ഹെബ്രായ 10:26 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം നാം പാപം ചെയ്യുന്നെങ്കിൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഇനിയൊരു ബലി അവശേഷിക്കുന്നില്ലെന്നാണ് വചനം പറയുന്നത്. ഇപ്പൊ നമ്മൾ പ്രബുദ്ധരാക്കപ്പെട്ടവരാണ്, നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ബോധ്യം കിട്ടിയവരാണ്. സത്യത്തെക്കുറിച്ച് എന്താണ് സത്യം, ആരാണ് സത്യം, ആരിലാണ് വിശ്വസിക്കേണ്ടത്, ആരിലാണ് നമ്മുടെ വിശ്വാസം സമർപ്പിക്കേണ്ടത്, ആരാണ് നമ്മുടെ കൂടെ നടക്കുന്ന കർത്താവ്, ആരാണ് ജീവിക്കുന്ന കർത്താവ്, ആരാണ് കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റവനായ ദൈവം എന്നൊക്കെ കൃത്യമായ പ്രബുദ്ധരാക്കപ്പെട്ടവരാണ് നമ്മൾ. ആ സത്യത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യം ലഭിച്ചവരാണ് നമ്മൾ. അതുകൊണ്ടാണ് വചനം എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങൾ പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷവും എന്ന് പറഞ്ഞാൽ ഒരു സത്യത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് ലഭിച്ചതിന് ശേഷവും, സുവിശേഷത്തിലേക്ക് നമ്മുടെ ജീവിതം സമർപ്പിച്ചതിന് ശേഷവും, അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിന്റെ ശിഷ്യരായി തീർന്നതിന് ശേഷവും കഷ്ടപ്പാടുകളോട് കഠിനമായി പൊരുതി നിന്ന ആ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുവിൻ. നമുക്കറിയാം, കർത്താവിനെ അറിഞ്ഞ് കർത്താവിന്റെ സ്നേഹത്തിലേക്ക് വന്ന യഥാർത്ഥ ഒരു ക്രിസ്തീയ വിശ്വാസ ജീവിതം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ആ നാൾ മുതൽ നമുക്ക് കുറെ കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചില പറയാലോ, അച്ഛാ പ്രാർത്ഥനയിലേക്ക് വന്നതിന് ശേഷമാണ് ഇത്രയും കഷ്ടപ്പാട്, ദൈവത്തെ അറിഞ്ഞതിന് ശേഷമാണ് ഇത്രയും സഹനം എന്നൊക്കെ പറയാറില്ലേ. എന്നിട്ട് ചിലവർ പറയും, കർത്താവിനെ അറിയാത്ത സമയത്ത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ളവരെ നോക്കിയിട്ട് പറയും, ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ഇത് കണ്ടോ അവനൊക്കെ ഒരു കുഴപ്പമില്ല, എന്താ പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നുമില്ല, ദൈവത്തെ വിളിക്കുന്നുമില്ല, അവനൊരു കുഴപ്പമില്ല. കുഴപ്പം മുഴുവനും നമുക്ക് ഓരോരുത്തർക്കാന്നാ പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെ ഇവിടെ പറയാണ്, ഒരു സത്യത്തെ സംബന്ധിച്ച് പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷം, കൃത്യമായ അറിവ് ലഭിച്ചതിന് ശേഷം, യേശുക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷത്തെക്കുറിച്ച് കൃത്യമായ അറിവ് ലഭിച്ചതിന് ശേഷവും കഷ്ടപ്പാടുകളോട് കഠിനമായി പൊരുതി നിന്ന ആ കഴിഞ്ഞ കാലങ്ങൾ ഓർമ്മിക്കുവിൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇന്നലകളിൽ എത്രയോ വട്ടം നമ്മുടെ ജീവിതത്തിന്റെ ചില കഠിനമായ സഹനങ്ങളോട് നമ്മൾ പൊരുതി വിജയിച്ചവരാണ്. പട്ടിണിയുടെ കാലഘട്ടത്തിലൂടെ കടന്നുപോയിട്ടില്ലേ? സങ്കടങ്ങളുടെയും സംഘർഷങ്ങളുടെയും കാലഘട്ടത്തിലൂടെ ഇന്നലകളിൽ കടന്നുപോയിട്ടില്ലേ? തീരുമാനമെടുക്കാൻ പറ്റാതെ ഭാരപ്പെട്ട ജീവിതത്തിന്റെ നിമിഷങ്ങളിലൂടെ കടന്നുപോയിട്ടില്ലേ? ചില ജീവിതത്തിന്റെ വേളകളിൽ നിരാശകളിലേക്കും ആകുലതകളിലേക്കും മനസ്സിന്റെ നൊമ്പരങ്ങളുടെ ഒക്കെ അനുഭവങ്ങളിലൂടെ ഇന്നലകളിൽ നമ്മൾ കർത്താവിനെ അറിഞ്ഞതിന് ശേഷവും കടന്നുപോയിട്ടില്ലേ? അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്, സുവിശേഷം അറിഞ്ഞു എന്ന് കരുതി നമുക്ക് സംഘർഷങ്ങളോ സങ്കടങ്ങളോ ഉണ്ടാകില്ല എന്ന് സുവിശേഷം പറയുന്നില്ല. വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും നമ്മൾ ഒരിക്കലും കടന്നു പോകേണ്ടി വരില്ല എന്ന് സുവിശേഷത്തിൽ എങ്ങും എഴുതി വെച്ചിട്ടില്ല. പക്ഷേ മുന്നോട്ട് നമ്മൾ വായിക്കും, അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വചനം പറയുകയാണ്, കഠിനമായി പൊരുതി നിന്ന ആ കഴിഞ്ഞ കാലങ്ങൾ ഓർമ്മിക്കുവിൻ. ചിലർ പറയാനുള്ള കാര്യമാണ്, അച്ഛാ ഒരു സഹോദരി ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് കൗൺസിലിങ്ങിന് വന്നൊരു സഹോദരി പറഞ്ഞാണ്, 3 പെൺമക്കള്, ഇളയതിനെന്തോ 4 വയസ്സോ 4.5 വയസ്സോ ഉള്ളപ്പോഴാണ് ഭർത്താവ് അറ്റാക്കായിട്ട് മരിച്ചുപോയി. 3 പെൺമക്കളെ ഇങ്ങനെ കയ്യിലേൽപ്പിച്ചിട്ട് ഭർത്താവ് പോയി. പിന്നെ ശരിക്കും പറഞ്ഞൊരു ഒരു സംഘട്ടനമായിരുന്നു തൻ്റെ ജീവിതത്തിൽ. മക്കളൊക്കെ ഇപ്പോൾ വലുതായി. മൂത്താളുടെ കല്യാണക്കാരിയൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ കാണാൻ വരുന്നത്. പിന്നെ താഴെയുള്ള 2 പിള്ളേരും പഠനത്തിനൊക്കെ നല്ല അത്യാവശ്യം നല്ല നിലയിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരാണ്. സഹോദരി പറഞ്ഞൊരു കാര്യമാണ്, അച്ഛാ പണ്ട് കാലത്തൊക്കെ എൻ്റെ ഭർത്താവ് എന്നെ വിട്ടുപിരിഞ്ഞു പോയ സമയത്തൊക്കെ ഈ 3 മക്കൾക്ക് വേണ്ടിയിട്ട് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറെ അധ്വാനിച്ചിട്ടുണ്ട്. അന്ന് എന്തെന്നില്ലാത്തൊരു ധൈര്യം, ഒരു ശക്തി എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അടുത്ത കാലത്തായിട്ട് മക്കളുടെ കല്യാണവും അവരുടെ വിവാഹവും അവരുടെ ഭാവി കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ മനസ്സിനൊരു ഇങ്ങനെ ബലമില്ലാത്തതുപോലെ, മനസ്സിന് പഴയ ഒരു ശക്തി ഇല്ലാത്തതുപോലെ, അങ്ങനെ പറയുന്നത്. പണ്ടുണ്ടായിരുന്ന ആ ഒരു ശക്തി ഇപ്പം ഇല്ലാത്തതുപോലെ തോന്നുക. ചില സമയത്തൊക്കെ അച്ഛൻ മനസ്സങ്ങോട്ട് തളർന്നു പോവുക മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ. ഞാൻ പറഞ്ഞു, സഹോദരി കഴിഞ്ഞ ഇളയതിന് 4 വയസ്സുള്ളപ്പോൾ ഭർത്താവ് പോയതാ. അപ്പോൾ മൂത്തതിന് എത്ര വയസ്സുണ്ടായിരുന്നു? 10-11 വയസ്സ് മൂത്തതിനുള്ളൂ. അപ്പോൾ 4.5 വയസ്സ് മുതൽ 11 വയസ്സ് വരെ പ്രായമുള്ള 3 പെൺകുട്ടികളെ ഇങ്ങോട്ട് എറിഞ്ഞിട്ടല്ലേ ഭർത്താവ് പോയത്. അന്ന് എങ്ങനെ പിടിച്ചെന്ന് അതറിയില്ല. അന്ന് എന്തോ ഒരു പ്രത്യേക ശക്തി ഉണ്ടായിരുന്നു തോന്നുന്നു. അന്നെങ്ങനെ പിടിച്ചു നിന്നു എന്നാ പറയുന്നത്. അന്ന് എങ്ങനെ പിടിച്ചു നിന്നുവോ
ഇപ്പൊ പിള്ളേരൊക്കെ സെറ്റിലായി തുടങ്ങി. അത്യാവശ്യം ജോലിയുണ്ട് പിള്ളേർക്ക്, നല്ല വിദ്യാഭ്യാസമുണ്ട്, അവരെ വിവാഹം കഴിപ്പിച്ചു വിടേണ്ടതായ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഇങ്ങനെ ഒരു അവസ്ഥ നിൽക്കുമ്പോൾ ഞാൻ പറയാം, ഇന്നലകളിൽ കുഞ്ഞുങ്ങളെ കയ്യിലേൽപ്പിച്ചിട്ട് ഭർത്താവ് പോയപ്പോ ഒറ്റയ്ക്ക് ഈ 3 മക്കളെ വളർത്താനെടുത്തൊരു കരുത്തുണ്ടല്ലോ, ഒരു ബലമുണ്ടല്ലോ. ആ സമയത്ത് അനുഭവിച്ച സ്വന്തമെന്ന് പറയാൻ പറ്റാത്ത ഒരു ആത്മീയ ശക്തി ഉണ്ടല്ലോ, ആ സാന്നിധ്യം ഇന്ന് നടത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ കർത്താവിനെ അറിഞ്ഞതിന് ശേഷവും നമ്മൾ കുറെ സങ്കടങ്ങളിലൂടെയും വേദനകളിലൂടെയും ദുഃഖങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. വലിയ വലിയ പ്രതിസന്ധികളിലൂടെ നമ്മുടെ ജീവിതം കടന്നുപോയി തരണം ചെയ്ത നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വചനം പറയുകയാണ്, കഷ്ടപ്പാടുകളുടെ കഠിനമായി പൊരുതി നിന്ന ആ കഴിഞ്ഞ കാലങ്ങളെ ഓർമ്മിക്ക്. അപ്പൊ എന്ത് പറ്റും? ഇപ്പൊ നമ്മൾ പൊരുതുന്ന ആ ഒരു ഇതുണ്ടല്ലോ, പൊരുതി നിൽക്കുന്ന കഷ്ടപ്പാടുകളുണ്ടല്ലോ. എന്തിനെതിരെയാണ് നമ്മളിപ്പോൾ പൊരുതിക്കൊണ്ടിരിക്കുന്നത്? ഏത് വിഷയത്തിനെതിരെയാണ് നമ്മളിപ്പോൾ യുദ്ധം പ്രഖ്യാപിക്കുന്നത്? ഏത് ജീവിതത്തിന്റെ പ്രതിസന്ധിയാണ് നമ്മളെ ഇന്ന് അലട്ടിക്കൊണ്ടിരിക്കുന്നത്? ആ വിഷയത്തിന്റെ മേൽ കരുത്തെടുക്കാൻ നമുക്ക് പറ്റും. കാരണം എന്താ? ഇന്നലകളിൽ ഇതിനേക്കാളും വലിയ പ്രശ്നത്തിന്റെ നടുവിൽ നമ്മൾ പൊരുതി നിന്ന് വിജയിച്ചവരാണ്. ഇതിനേക്കാളും വലിയ കഷ്ടപ്പാടുകളുടെ നടുവിൽ നമ്മൾ യുദ്ധം ചെയ്ത് വിജയിച്ചാണ് ഇന്ന് ഈ അവസ്ഥയിലെത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയാണ്, നിങ്ങൾ പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷം കഷ്ടപ്പാടുകളോട് കഠിനമായി പൊരുതി നിന്ന ആ കഴിഞ്ഞ കാലങ്ങൾ എപ്പോഴും ഓർമ്മിക്കുവിൻ. നമ്മൾ പറയല്ലേ, ചിലതൊന്നും നമ്മൾ മറക്കാൻ പാടില്ലെന്ന് പറയാറില്ലേ? എടാ, നമ്മളിങ്ങനെ വലിയ മാതാപിതാക്കളൊക്കെ, പ്രായമായ മാതാപിതാക്കളൊക്കെ നമ്മളോട് പറയും, എടാ വന്ന വഴി മറക്കരുതെന്നല്ലേ നമ്മൾ പലരോടും പറഞ്ഞിട്ടുള്ള. എന്നോടൊക്കെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും വിളിക്കുമ്പോൾ മമ്മി പറയും, വന്ന വഴി മറക്കരുതട്ടാണ്. അല്ലേ? നമ്മുടെ പഴയ കാലം എന്നൊക്കെ പറഞ്ഞ പട്ടിണിയുടെ കാലം ഉണ്ടായിരുന്നു, ഭക്ഷണം പോലും കഴിക്കാനില്ലാത്ത കാലഘട്ടങ്ങളുണ്ടായിരുന്നു, പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെ കാലഘട്ടങ്ങളൊക്കെ നമ്മളൊക്കെ പലരും കടന്നുപോയവരാണ്. അപ്പൊ ഇപ്പോഴും മമ്മി പറയും, വന്ന വഴി മറക്കരുതട്ടാന്ന് പറയും. അല്ലെ? നമ്മളെ സഹായിച്ചവർ പലരുണ്ട്. ആ സമയത്തൊക്കെ ഒന്നുമില്ലായ്മയിൽ നമുക്ക് താങ്ങായി നിന്നവരുണ്ട്. ഒരിക്കലും നമ്മൾ വന്ന വഴി മറക്കരുത് എന്ന് പറയുന്ന പോലെ ചിലതൊക്കെ നമ്മൾ ഒരിക്കലും മറക്കരുത്. എപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷവും കഠിനമായ കഷ്ടപ്പാടുകളോട് പൊരുതി നിന്ന ആ സമയമുണ്ടല്ലോ, അത് നിങ്ങൾ ഓർമ്മിക്കണം. അപ്പോ ഇന്നൊരു കഷ്ടപ്പാട് വരുമ്പോ, ഇന്ന് സമാനമായ സങ്കടങ്ങളും സംഘർഷങ്ങളും വരുമ്പോ പൊരുതി നിൽക്കാൻ ഇന്നലകളിൽ നമ്മളെ ആ യുദ്ധത്തിൽ കൂടെ നിന്ന കർത്താവ് ഇന്നും കൂടെ നിൽക്കുമെന്ന് വിശ്വസിച്ച് നമുക്ക് ആ യുദ്ധം ചെയ്യാൻ പറ്റും, പൊരുതി നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ സംഭവിക്കുന്നുണ്ട്, ആ സഹോദരി പറഞ്ഞ, അച്ഛാ ഇപ്പൊ പഴയ പോലെ മനസ്സിന് ബലമില്ല. ശരിയാണ്, പ്രായമാകുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ബലം കുറയും, പക്ഷെ ആത്മാവിന്റെ ശക്തി കുറയുന്നില്ലല്ലോ, പ്രാർത്ഥനാ ജീവിതത്തിന്റെ ബലം കുറയുന്നില്ലല്ലോ, മനസ്സിന്റെ ബലം കുറയും പ്രായമാകുമ്പോൾ. പ്രായമാകുമ്പോഴും പ്രായാധിക്യത്തിലെത്തുമ്പോഴും നമ്മുടെ ആത്മാവിന്റെയും പ്രാർത്ഥനാ ജീവിതത്തിന്റെയും വിശുദ്ധ ജീവിതത്തിന്റെയും ശക്തി കുറയുന്നില്ലല്ലോ. അതുകൊണ്ട് വചനം കൂട്ടിച്ചേർക്കുന്ന കാര്യം ഒന്നും കൂടി ശ്രദ്ധിക്കണേ. 33 മുതലുള്ള വചനങ്ങൾ, 32ാമത്തെ വചനമാണ് അച്ഛൻ വായിച്ചത്. 33 മുതലുള്ള വചനങ്ങള്. അപ്പൊ കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ ഓർമ്മിക്കണം. മറക്കാൻ പാടില്ലാത്ത പലതും ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിന്റെ കൂടെ കഠിനമായി പൊരുതി നിന്ന ആ ദിവസങ്ങളും ഓർക്കണം. എന്നിട്ട് പറയാണ്, ചിലപ്പോഴെല്ലാം നിങ്ങൾ വേദനയ്ക്കും അധിക്ഷേപത്തിനും പരസ്യമായി വിഷയമാക്കപ്പെട്ടു. ശരിയല്ലേ? ചിലർ അച്ഛ ചിലപ്പോഴല്ല അച്ഛാ, എല്ലായ്പ്പോഴും അങ്ങനെയായിരുന്നു പറയും. നമ്മൾ പറയും, അച്ഛാ ചിലപ്പോഴല്ല അച്ഛാ, എൻ്റെ ജീവിതത്തിന്റെ കുഞ്ഞുനാള് മുതൽ അങ്ങനെയാ അച്ഛാ, ഞാൻ പരസ്യമായിട്ടാണ് അധിക്ഷേപങ്ങൾക്കും വേദനകൾക്കും ഒക്കെ ഇങ്ങനെ വചനം പറയുന്നത് വിഷയമാക്കപ്പെട്ടത്. കുഞ്ഞുനാള് മുതലേ അച്ഛാ എനിക്ക് മുറിവേറ്റിട്ടുണ്ട്. ഇന്നലെ കാണാൻ വന്നൊരു കുടുംബം, അവളുടെ കല്യാണത്തിന്റെ ഇച്ചിരി ഡിലേ ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് വന്നതാണ്. ഇപ്പൊ ഈ അമ്മ അടുത്തിരുന്നിട്ട് പറഞ്ഞ, അച്ഛാ ഇവൾക്ക്, ഞാൻ ആലോചിക്കണം, നമ്മളിപ്പോൾ ആ പ്രായത്തിലൊന്നും നടന്നൊന്നും അങ്ങനെ ഓർത്തിരിക്കുന്നില്ല, 3-4 വയസ്സ് മുതലുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഇവളുടെ മനസ്സിലുണ്ടെന്ന്. 3-4 വയസ്സ് മുതലുള്ള കാര്യങ്ങൾ മറന്നിട്ടില്ലെന്നൊന്നും. 3 വയസ്സ് 4 വയസ്സ് പ്രായത്തിലൊക്കെ, അതായത് 4-5 വയസ്സ് ഇവൾക്ക് ഒരു ഇളയ കുഞ്ഞ്, അതായത് ഇവളുടെ ഒരു അനുജൻ ഉണ്ടാകാൻ പോകുന്നുവെന്ന് അമ്മ പറഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു, വേണ്ട വേണ്ട
ജനിച്ചു കഴിഞ്ഞതിന് ശേഷവും അല്ലേ, തീർച്ചയായിട്ടും ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ ഇളയ കുഞ്ഞിനോടായിരിക്കും കൂടുതൽ സ്നേഹവും വാത്സല്യവും ചിലപ്പോൾ സമയം ചെലവഴിക്കേണ്ടി വരിക. അതൊക്കെ ഒരു മുറിവായിട്ട് ഈ കുഞ്ഞുനാളിൽ എന്നിട്ട് എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെക്കാളും കൂടുതൽ സ്നേഹം എൻ്റെ സഹോദരനാണ് എന്നൊക്കെ തോന്നുന്ന രീതിയിലാണ് ഈ കുഞ്ഞ് വളർന്നു വന്നത്. അതുകൊണ്ട് എന്താ, ഈ 10-26 വയസ്സായി ഇപ്പോഴും പറയാൻ തുടങ്ങുമ്പോൾ പറയുന്നതിനാ അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ലെന്നാ. 3 വയസ്സ് പ്രായമുള്ള ആ സമയത്ത് മനസ്സിനേറ്റ മുറിവുകൾ നമ്മൾ ഇന്നും ഓർത്തു വയ്ക്കുന്നുണ്ട്. 3, 4, 5 വയസ്സിൽ ജീവിതത്തിൽ സംഭവിച്ച ഒരു തിക്താനുഭവം, ഒരു തിരസ്കരിക്കപ്പെട്ടതിന്റെ വേദന, മാറ്റി നിർത്തപ്പെട്ടതിന്റെ നൊമ്പരം, പലരെല്ലാലും ഇങ്ങനെ കളിയാക്കപ്പെട്ടതിന്റെ ഭാരം. വചനം പറയുന്നത് പോലെ ചിലപ്പോഴെങ്കിലും വേദനകൾക്കും അധിക്ഷേപങ്ങൾക്കും പൊരുതി നിന്ന ആ കഴിഞ്ഞ കാലങ്ങൾ നമ്മൾ ഓർക്കുന്നതോടൊപ്പം പരസ്യമായി അധിക്ഷേപിക്കപ്പെട്ട കാലഘട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പരസ്യമായിട്ട് അധിക്ഷേപിക്കപ്പെട്ടിട്ടില്ല, കളിയാക്കപ്പെട്ടിട്ടില്ല. ഒരു പങ്കുവച്ചൻ്റെ അടുത്ത് പറഞ്ഞാണ്, കാണാൻ ഭംഗി കുറവൊന്നുമില്ല, പക്ഷെ കളർ ഇച്ചിരി കുറവാണ്, അത്രേ ഉള്ളൂ അവളുടെ പ്രശ്നം. അപ്പോ ഇവര് ഈ അവധിക്കാലത്ത് അമ്മ വീട്ടിൽ പോയി നിൽക്കും, അമ്മയുടെ വീട്ടിൽ. ഇപ്പോ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ഈ അമ്മയുടെ മൂത്ത സഹോദരന്റെ മക്കളൊക്കെ അത്യാവശ്യം നല്ല നിറമുള്ള പിള്ളേരാണ്. ഇവരിച്ചിരി ഡാർക്കാണ്. പക്ഷെ അമ്മ വീട്ടിൽ പോയിക്കുമ്പോൾ എല്ലാവരും കൂടി ഉണ്ട്. അപ്പൊ അവിടുത്തെ ഇവളുടെ അമ്മയുടെ അമ്മ ഗ്രാൻഡ് മദറിന് ഇത്തിരി ഇങ്ങനെ വകതിരിവുണ്ട്. എന്താ, മകന്റെ മക്കളോട് പ്രത്യേക സ്നേഹമാണ്. കാരണം എന്താ, അവർ കാണാൻ ഇച്ചിരി നിറമൊക്കെ ഉണ്ട്. മകളെ കെട്ടിച്ചു വിട്ട് അവളുടെ പിള്ളേർക്കൊന്നും വലിയ നിറമൊന്നുമില്ല. അപ്പൊ ഈ മക്കളൊക്കെ വന്ന് നിൽക്കുമ്പോൾ എങ്ങനെയെന്നറിയാവോ, പ്രായമായി എന്ന് പറയാം, ഓക്കെ, എന്നിരുന്നാൽ തന്നെയും ആ ഒരു വേർതിരിവില് ഒരു പ്രാവശ്യം ഈ മകൾ പറഞ്ഞാണ്, ഈ പെങ്കൊച്ചൻ്റെ അടുത്ത് പറഞ്ഞാണ്, അച്ഛാ ഞങ്ങൾക്കൊന്നും അമ്മ തന്നില്ലേലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങളെ സ്നേഹിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് വേർതിരിവ് കാണിക്കുമ്പോൾ ഒരു സങ്കടം ഉണ്ടാകുകയല്ലേ. ഗ്രാൻഡ് മദർ ചെയ്ത് എന്നാന്നറിയാവോ, ഈ ചോക്ലേറ്റ് പോലത്തെ അന്നത്തെ എന്തോ ഒരു സാധനം, മിഠായി എന്തോ അവിടെ നിന്ന് കിട്ടിയതെന്തോ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കളിക്കാനൊക്കെ ആയിട്ട് പുറത്തു പോയ സമയത്ത് ഈ മകനെ വിളിച്ചിട്ട് അകത്തേക്ക് കയറ്റിയിട്ട് അവന് മാത്രമായിട്ട് വാതിൽ അടച്ചിട്ടിട്ട് ചാരിയിട്ടിട്ട് കൊടുക്കുക. ഈ പെങ്കൊച്ച് ഇവനെ കാണാതെ കണ്ട് വന്നപ്പോൾ, ഇവരൊക്കെ അതൊരു സമപ്രായക്കാരാണല്ലോ, ചെറിയ പിള്ളേരല്ലേ, കാണാതെ വന്നപ്പോൾ ഓടി അകത്തി വന്നപ്പോഴേക്കും എന്നെ ഇത് അമ്മ വാതിൽ അടച്ചു, ഇവൻ തിന്നുന്ന കണ്ടു, അപ്പോഴേക്കും വാതിൽ അടച്ചു. പ്രായമായ അമ്മ ചെയ്ത കാര്യമാണ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കമന്റ് പറയുന്നത് ഈ കൊച്ചു കേട്ടതാണ്, അവര് നിറത്തെ വെച്ചാണ് പറയുന്നത്. ഇപ്പൊ കൊച്ചു പറഞ്ഞ അന്ന് എത്ര വയസ്സുണ്ടാവും, അപ്പം 3-ോ 4-ലോ ഒക്കെ പഠിക്കുന്ന സമയമായിരിക്കണം. ആ സമയത്ത് മനസ്സിനേറ്റ ഒരു മുറിവ് അമ്മ, ഈ ഗ്രാൻഡ് മദർ എന്ന് പറയുമ്പോൾ, അമ്മൂമ്മ എന്ന് പറയുമ്പോൾ അവൾക്ക് മനസ്സിലൊന്നും സ്വീകരിക്കാൻ പറ്റില്ല, അംഗീകരിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് അവര് വല്ലപ്പോഴൊക്കെ വീട്ടിൽ പോയി നിൽക്കുള്ളൂ. അമ്മ വീട്ടിൽ പോയി നിൽക്കുന്ന ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. പിന്നീട് അവൾ അമ്മ വീട്ടിൽ പോയി നിൽക്കാതെ, കാരണം എന്താ, ഈ അമ്മയുള്ളത് കൊണ്ട്. വേർതിരിവാന്നാ പറയുന്നത്. ഞങ്ങളോട് ഒരു തരം, മകന്റെ മക്കളോട് ഒരു തരം, പിന്നെ ഇച്ചിരി കാണാൻ കുറവുള്ളതുകൊണ്ട്, കളർ കുറവുള്ളതുകൊണ്ട് അതിനൊരു പ്രത്യേകമായ ഒരു അവഗണന. ഇതൊക്കെ ഇന്നും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷം കഠിനമായി പൊരുതി നിന്ന, കഷ്ടപ്പാടുകളോട് പൊരുതി നിന്ന ആ ദിവസങ്ങളിൽ നിങ്ങൾ ഓർക്കുവിൻ. നമ്മുടെ വേദനകളും മുറിവുകളും സങ്കടങ്ങളും നൊമ്പരങ്ങളും മുറിവേൽപ്പിക്കപ്പെട്ട ജീവിതത്തിന്റെ അനുഭവങ്ങൾ മാത്രം ഓർത്തിരുന്നാൽ പോരല്ലോ. ഇന്നലകളിൽ നമ്മുടെ വിശ്വാസത്തിൽ കഠിനമായി ജീവിതത്തിൽ പൊരുതി നിന്ന, കഷ്ടപ്പാടുകളോട് പൊരുതി നിന്ന ദിവസങ്ങൾ നമ്മൾ ഓർക്കണം, മറക്കരുതെന്നാ പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, പരസ്യമായി പോലും നമ്മൾ അവഹേളിക്കപ്പെട്ടിട്ടുണ്ട്. പബ്ലിക്കായിട്ട് പോലും പരസ്യമായിട്ട് അവഹേളിക്കപ്പെടുകയും ചില വേദനകൾക്കായി നമ്മളിങ്ങനെ മാറ്റി നിർത്തപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇതെല്ലാം ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷമാണ്, പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷമാണ്, ഒരു സത്യത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യവും അറിവും ലഭിച്ചതിന് ശേഷമാണ് ഈ സഹനത്തിലൂടെയും ഈ വേദനകളിലൂടെയും ഈ സങ്കടങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നുപോയത്. എന്നിട്ട് പറയുകയാണ്, ചിലപ്പോഴെങ്കിലും നിങ്ങൾ വേദനയ്ക്കും അധിക്ഷേപങ്ങൾക്കും പരസ്യമായി വിഷയമാക്കപ്പെടുകയും മറ്റ് ചിലപ്പോൾ ഇവ സഹിച്ചവരുമായി പങ്കുചേരുകയും ചെയ്തു. അല്ലെ, സമാനമായ വേദനകളിലൂടെ കടന്നുപോയ എന്തോരം പേരുമായിട്ട് നമ്മൾ ഈ സഹനങ്ങൾ പങ്കുചേർന്നിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ പങ്കുവെക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ പറയും, ശരിയാ, എനിക്കും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അച്ഛാ, എനിക്കും ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയും അല്ലേ. ഞാനും ഈ അനുഭവത്തിലൂടെയൊക്കെ കടന്നുപോയിട്ടുള്ളതെന്ന് പറയും, ഞാനും ഈ സങ്കടത്തിലൂടെയൊക്കെ ഇല്ല. നമ്മൾ സമാനമായ സങ്കടങ്ങളുമായിട്ട്
വിഷമമൊക്കെ ആയിട്ട് കടന്നു പോകുന്നവരുമായി നമ്മുടെ ജീവിതം പങ്കുവെക്കാറുണ്ട്. അത് നമുക്ക് എളുപ്പമാണ് പങ്കുവെക്കാൻ. കാരണം എന്താ? നമ്മളെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. മറ്റുള്ളവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ എളുപ്പമാകുന്നത് അവരും നമ്മൾ ഇന്ന് കടന്നു പോകുന്ന ജീവിതത്തിന്റെ സമാനമായ സങ്കടങ്ങളിലൂടെയും സംഘർഷങ്ങളിലൂടെയും ഇന്നലകളിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവരുമായി നമ്മുടെ ഇന്നിന്റെ വേദനകൾ പങ്കുവെക്കുമ്പോൾ അത് എളുപ്പമാണ് അവർക്ക് മനസ്സിലാക്കാൻ. കാരണം എന്താ? ഇന്നലകളിൽ അതേ വേദനകളിലൂടെ അവർ കടന്നു പോയതാ. പറയടി, എനിക്ക് മനസ്സിലാവും നീ കടന്നു പോകുന്ന വേദന എന്താണെന്ന്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നീ കടന്നു പോകുന്ന സങ്കടം എന്താണെന്ന്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നീ കടന്നു പോകുന്ന ജീവിതത്തിന്റെ സംഘർഷം എന്താണെന്ന്. കാരണം എന്താ? ഇന്നലകളിൽ സമാനമായ വേദനകളിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടം എനിക്കും ഉണ്ടായിരുന്നു. ഹല്ലേലൂയാ. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ വേർപാടിന്റെ ദുഃഖം എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ നമുക്കിതൊന്നും അത്ര അങ്ങോട്ട് മനസ്സിലാക്കില്ലായിരുന്നു. കാരണം എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഗ്രാൻഡ് മദർ മരിച്ചിട്ടുണ്ട്, പലരും വേണ്ടപ്പെട്ടവരൊക്കെ പലരും മരിച്ചിട്ടുണ്ട്. അപ്പോഴും നമുക്ക് ആ വേർപാടിന്റെ ദുഃഖം എത്രമാത്രം ഉണ്ട് നമുക്ക് അത്ര അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. നമ്മളിപ്പോഴാണെങ്കിലും നമ്മുടെ കുടുംബാംഗങ്ങൾ പലരും മരിക്കുമ്പോഴും നമുക്കൊരു സങ്കടമുണ്ട്, മാനസികമായിട്ടൊരു വിഷമമൊക്കെ ഉണ്ട്, ഓക്കെ. പക്ഷേ അനീഷിച്ച് മരിച്ചപ്പോൾ നമ്മളൊരു 8-9 വർഷക്കാലം ഒരുമിച്ച് ഒരേ ഹൃദയത്തോടെ ശുശ്രൂഷ ചെയ്ത ഒരു സഹോദര വൈദിക മരിച്ചപ്പോൾ നമ്മൾ കടന്നുപോയ അവസ്ഥ നമുക്കറിയാം. എത്രമാത്രം സങ്കടത്തിന്റെയും വേദനകളുടെയും നാളുകളായിരുന്നു അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്ന ദിവസങ്ങൾ. തിരിച്ചച്ഛന്റെ മരണവാർത്ത അറിഞ്ഞ ഏതാനും നിമിഷങ്ങളൊക്കെ നമ്മൾ കടന്നുപോയ ഒരു ആന്തരികമായ സംഘർഷങ്ങളും വേദനകളും ഒക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഇപ്പൊ ഒരാൾ വന്നിട്ട് അച്ഛാ എൻ്റെ ഭർത്താവ് മരിച്ച, എൻ്റെ ഭാര്യ മരിച്ച ആ വിഷമം പറയുമ്പോൾ പങ്കുവെക്കുമ്പോൾ നമുക്ക് അവരെ മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പമാണ്. കാരണം അത്രമാത്രം ഹൃദയം ഐക്യത്തിൽ ജീവിച്ചിരുന്ന ആ ഒരു വേർപാടിന്റെ ദുഃഖം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വലിയൊരു ദുഃഖം തന്നെയാണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ ഇപ്പോൾ എളുപ്പമാണ്. ഇന്നലകളിൽ ഒരു അത്രയും മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇപ്പോ വേർപാടിന്റെ ദുഃഖം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ അല്പം കൂടി എളുപ്പം. കാരണം എന്താ? നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിൽ അതുപോലെ ഒരു വേർപാടിന്റെ ദുഃഖത്തിലൂടെ കടന്നുപോയ ജീവിതത്തിന്റെ ഇന്നലകളുണ്ട്. ഹല്ലേലൂയാ. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പക്ഷേ ഇപ്പൊ നമ്മൾ ആ വേർപാടിന്റെ ദുഃഖത്തിലല്ല കേട്ടോ. നമ്മൾ അനീഷച്ചന്റെ വേർപാടിൽ സന്തോഷിക്കുകയാണ് നമ്മളിപ്പോ ചെയ്യുക. കാരണം ദൈവസന്നിധിയിൽ നമുക്കായി നിരന്തരം ഈ ആലയത്തിന് വേണ്ടി എപ്പോഴും മധ്യസ്ഥം വഹിക്കാൻ ദൈവസന്നിധിയിൽ അനീഷിച്ചൻ ഉണ്ടെന്നുള്ള ആ ഉറപ്പും ബോധ്യവും ആ വിശ്വാസം നമുക്ക് ആനന്ദത്തിന്റെ കാരണമായിട്ട് ഇപ്പൊ നിൽക്കുന്നത്. പക്ഷെ മരിച്ച ദിനങ്ങളും മരണത്തിന് മുമ്പുള്ള ദിനങ്ങളൊക്കെ സങ്കടത്തിന്റെയും വേദനയുടെയും രാത്രിയെ പകലാക്കി പ്രാർത്ഥിച്ച ദിവസങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ സന്തോഷത്തിന്റെ കാരണം. കാരണം അത് ദൈവത്തിന്റെ പദ്ധതിയുടെ അനന്ത ജ്ഞാനത്തിന്റെയും പൂർത്തീകരണമായിട്ട് ദൈവം അത് ഏറ്റെടുത്തത് കൊണ്ട് നമുക്കിത് സന്തോഷത്തിന്റെ കാരണമാണ്. നമ്മുടെ ഈ ആലയത്തിൽ ശുശ്രൂഷ ചെയ്ത ഒരു വൈദികൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഉണ്ടെന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ തക്കവിധം ദൈവം ഈ കാലഘട്ടത്തിൽ ഒത്തിരി കാര്യങ്ങൾ അനീഷിച്ചതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സന്തോഷത്തിന്റെ കാരണമാണ്. അവിടെ നമ്മൾ സങ്കടപ്പെടുകയോ വേദനിക്കുകയോ അതേക്കുറിച്ച് വിഷമിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്നലെയും എന്നെ കാണാൻ വന്ന 1-2 ഫാമിലി അവരിപ്പോഴും സങ്കടത്തിലാണ്. ഞാൻ പറഞ്ഞു ഇപ്പോഴും സങ്കടപ്പെടാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ഞാൻ പറഞ്ഞു ഞങ്ങളാണ്, അല്ലെ? കരയാനാണെങ്കിൽ ഞങ്ങളാണ് ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഞങ്ങൾ കഴിഞ്ഞ 9 വർഷമായിട്ട്, എന്നെ സംബന്ധിച്ച് ഞാൻ 9 വർഷമായിട്ട് അച്ഛൻ്റെ കൂടെ തന്നെയുണ്ട്. ഒരു മതിലിന്റെ അപ്പുറം ഇപ്പുറമായിട്ട് ഞങ്ങൾ കിടക്കുന്നത്. അപ്പൊ കരയാനാണെങ്കിൽ നിങ്ങളെക്കാളും കൂടുതൽ അവകാശം ഞാൻ പറഞ്ഞു എനിക്കുണ്ടെന്ന് പറഞ്ഞു. വേദനിച്ചിരിക്കാനാണെങ്കിൽ നിങ്ങളെക്കാളും കൂടുതൽ അവകാശം എനിക്കുണ്ടെന്ന് പറഞ്ഞു. അവർ ഒരു പ്രാവശ്യം അച്ഛനെ കണ്ടിട്ടേ ഉള്ളൂ. ഒരു കുടുംബം ഇന്നലെ വന്ന് അവർ വെറുതെ വന്ന വഴിക്ക് ഇങ്ങനെ അനീഷിച്ചൻ തിരക്കിലായിരുന്നു, ശുശ്രൂഷയ്ക്ക് പോകാൻ പോകുന്ന സമയമാണ്. അപ്പൊ അച്ഛനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അച്ഛൻ തല കൈവച്ച് പ്രാർത്ഥിച്ചോളാം എന്ന് ആ പറഞ്ഞ സമയത്ത് അച്ഛൻ 1-2 മെസ്സേജ് അവരുടെ അടുത്ത് പറഞ്ഞു. അവിടുത്തെ ഒന്നും ചോദിച്ചില്ല, അവിടുത്തെ അവരെ നേരെ മുൻകൂട്ടി അറിയുന്നതല്ല. പക്ഷെ അച്ഛൻ കൈവച്ചിട്ട് അപ്പൊ പറഞ്ഞ മെസ്സേജ് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. അത് അവരുടെ ജീവിതത്തെ ശരിക്കും അവിടെ സ്വാധീനിച്ചു, ഭയങ്കരമായിട്ട് അവർ സ്വാധീനിച്ചു. അതിനുശേഷം അവര് അച്ഛന്റെ രോഗാവസ്ഥകളും മരണവാർത്തയൊക്കെ അറിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായി. ഇപ്പോഴും ആ സങ്കടത്തിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെക്കാളും സങ്കടപ്പെടാൻ എന്തുകൊണ്ട് അവകാശം ഞങ്ങൾക്കുണ്ട്, അല്ലെ? നിങ്ങളെക്കാളും കൂടുതൽ കരയാനും ഞങ്ങൾക്ക് അനീഷച്ചന്റെ പ്രതി കരയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. അപ്പോ നമ്മള് സങ്കടപ്പെട്ടും നിരാശപ്പെട്ടും കഴിയേണ്ടവരല്ല. പക്ഷെ ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയത് കൊണ്ട് നമ്മളിൽ സംഭവിച്ച ആത്മീയ വളർച്ച എന്താ? ഈ ഒരു സമാനമായ സങ്കടത്തോടെ വേദനയോടെ ഒരാൾ നമ്മുടെ കൺമുമ്പിൽ വരുമ്പോൾ അവരുടെ വേദന മനസ്സിലാക്കാൻ, അവരുടെ സങ്കടം മനസ്സിലാക്കാൻ, അവര് കടന്നു പോകുന്ന ഹൃദയത്തിന്റെ നൊമ്പരം അറിയാൻ നമുക്ക് കൂടുതൽ എളുപ്പമായി ഇപ്പൊ മാറി. യേശുവാകുന്ന ധനത്തെ കുറിച്ച് പൗലോസ് ശ്ലീഹ പറയുന്നില്ലേ? പക്ഷേ എല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ കരുതുന്നു. കാരണം എന്താ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 7 മുതലുള്ള വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പൗലോസ് ശ്ലീഹ പറയാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ ബാക്കിയെല്ലാം ഉച്ഛിഷ്ടം പോലെ ഞാൻ കരുതുകയാണ്. ഇത് വിലപിടിപ്പുള്ളതായി, ഇത് മൂല്യമുള്ളതായിട്ട് ഈ പറയുന്ന പൗലോസ് ശ്ലീഹയ്ക്ക് തോന്നി.
അതുകൊണ്ട് ബാക്കിയെല്ലാം ഉച്ഛിഷ്ടം പോലെ കരുത് എന്ന് പറയുന്നത് പോലെ ഇവിടെ ബലപിടിപ്പുള്ള ഒന്ന് ഉയർത്തി കാണിക്കുകയാണ്. നിത്യജീവനെ കുറിച്ച്, വരാനിരിക്കുന്ന ജീവിതത്തിൽ സ്വർഗീയ സമ്മാനത്തെ കുറിച്ച് വചനം പറയുകയാണ്. അതുകൊണ്ടാണ് ജീവിതത്തിന്റെ ഇന്നോളമുള്ള സകല സഹനങ്ങളെയും വേദനകളെയും സങ്കടങ്ങളെയും സംഘർഷങ്ങളെയും ദുരനുഭവങ്ങളെയും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റിയത്. പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും കാലഘട്ടങ്ങളിൽ ഈ നിലകളിൽ നമ്മൾ ചത്തുകളയണമെന്ന് ചിന്തിച്ചിട്ടില്ല. ഇപ്പോഴാണ് പിന്നെ ആ പ്രവണത കൂടി വന്നിരിക്കുന്നത്. ഭർത്താവിന്റെ പീഡനങ്ങളും മദ്യപാനത്തിന്റെയും അല്ലെ ഒറ്റപ്പെടലിന്റെയും ദാമ്പത്യ അവിശ്വസ്തയുടെ നടുവിലും ഇന്നലകളിൽ പിടിച്ചു നിന്നവരുണ്ട്. ഇന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ കേട്ടാ തീർന്നു, പിന്നെ എല്ലാം അവസാനിച്ച് കെട്ടും മടക്കി പോവാ. ഇയാളുടെ കൂടെ ഒന്നും എനിക്ക് താമസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു നിർത്തി, ഞാൻ എല്ലാം അവസാനിപ്പിക്കാന്ന് പറഞ്ഞു. ഈ ചട്ടയം കൊണ്ട് കൊടുത്ത പ്രായമായ അമ്മച്ചിമാരെ കാണും പ്രത്യേക ബഹുമാനം. കാരണം എന്താ പറയുക, ഇവര് കുറെ പൊരുതി നിന്നവരാണ്. ശരിക്കും പൊരുതി നിന്നവരവര്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവരിപ്പോഴും പിടിച്ചു നിൽക്കുന്നത് അല്ലേ. ശരിക്കും പൊരുതി നിന്നവരവര്. നമ്മൾ പറയാലോ, പണ്ടൊക്കെ ഈ നമ്മള് മലയോരത്തേക്കും മറ്റ് സ്ഥലത്തേക്കൊക്കെ കയറി ഇങ്ങനെ വെട്ടി കാടും വെട്ടി ഒക്കെയാണ് നമ്മൾ ഈ അട്ടപ്പാടിയിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കറിയാം അവിടെ ഉള്ളവരൊക്കെ ഈ ഏരിയയിൽ നിന്ന് പോയവരാണ് പലരും. കണ്ണൂരൊക്കെ ചെല്ലുമ്പോൾ അല്ലേ നമ്മൾ ഇവിടെ നിന്ന് പോയവരാണ് പലരും. അവരങ്ങനെ പൊരുതി വെട്ടി കയറി പോയതാണ്. അവർക്ക് ആകെ ഉണ്ടായിരുന്ന എന്നാണെന്നറിയാവോ, അധ്വാനിക്കാനുള്ള ഒരു മനസ്സും ദൈവത്തിലുള്ള വിശ്വാസവും. ഇത് രണ്ടും കൊണ്ടാണ് അവരിങ്ങനെ അങ്ങോട്ട് പോയത്. ഇവിടെ പട്ടിണി ദാരിദ്ര്യമായപ്പോ അങ്ങോട്ട് പോയത്. തോറ്റുകൊടുക്കാൻ തയ്യാറാകാതിരുന്ന പൊരുതി നിന്ന ഒരു കാലഘട്ടമുണ്ട് നമുക്കൊക്കെ, നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതി, പൊരുതി നിന്ന ഒരു കാലഘട്ടമുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടം ഇല്ല എങ്കിൽ ഇപ്പൊ കടന്നു പോകുന്ന ഈ ദുരിതം, ഈ വേദനയുടെ സമയത്ത് പൊരുതി നിൽക്കണമെന്നാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് സങ്കടമുണ്ടായി, ധനനഷ്ടമുണ്ടായി, ജയിലിൽ കിടക്കേണ്ട വന്നു. എന്നാലും ഇതെല്ലാം സഹിച്ചു. കാരണം കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. അല്ലേ, ഈ ഭൂമിയിൽ പലതും ഇങ്ങനെ ഓരോന്നോരോന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ഇങ്ങനെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി പോകുമ്പോഴും നമ്മൾ മുന്നോട്ട് പോകുന്നതിന് കാരണം എന്താ? വിശ്വാസത്തിന്റെ ഒരു യാത്രയാണിത്. അതിന് ദൈവം നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സമ്മാനമുണ്ട്. ഇറ്റ്സ് ഓൾറെഡി ഗിവൺ. ഒരുക്കി വെച്ചിരിക്കുക, തന്നിരിക്കുക. ആ ലക്ഷ്യം കണ്ടിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇവിടെ പൗലോസിനെ പറഞ്ഞ തിമോത്തിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നില്ലേ, ഞാൻ ഓടി, ഞാൻ അധ്വാനിച്ചു, അതുകൊണ്ട് എന്താ? വിശ്വാസം ഞാൻ കാത്തു, അതുകൊണ്ട് എനിക്ക് ജീവന്റെ കിരീടം കർത്താവ് എന്നെ അണിയിക്കട്ടെ. മരിച്ചടക്കുന്നതിന്റെ സമയത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവസാനം ആ തലയിലേക്ക് എടുത്ത് മറ്റേ ഇങ്ങനെ ചെറിയൊരു പൂ തലയിൽ വെക്കുന്നൊരു സാധനമില്ലേ, പൂ കൊണ്ടൊക്കെ ഉണ്ടാക്കി, അതൊക്കെ വെക്കുന്ന സമയത്ത് വൈദികൻ പറയുന്ന പ്രാർത്ഥന ചെയ്ത ഈ വചനമാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഓട്ടം ഓടി, എൻ്റെ വിശ്വാസം കാത്തു, നന്നായിട്ട് പൊരുതി. ചുമ്മാ ഒന്നുമല്ല, നന്നായിട്ട് പൊരുതി. വിശ്വാസ ജീവിതത്തിൽ നന്നായിട്ട് പൊരുതി. ഞാൻ എൻ്റെ വിശ്വാസം കാത്തു, അതിനാൽ ജീവന്റെ കിരീടം എന്നെ അണിയിക്കട്ടെ. ഇതാണ്, ഇത് മനസ്സിലുണ്ട്. ഇത് സ്വപ്നം കണ്ടുകൊണ്ടാണ് ഒരു വിശ്വാസി യാത്ര ചെയ്യുന്നത്. നിത്യസമ്മാനത്തിന് വേണ്ടിയാണ് ഒരു വിശ്വാസിയുടെ ആത്മീയ യാത്ര. ഈ ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ട് അപ്പോ വചനം പറയാണ്, അതുകൊണ്ടെന്താ? നിങ്ങളെല്ലാം സഹിച്ചു. എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ സഹിച്ചു. പട്ടിണി കിടക്കേണ്ട വന്ന സമയത്ത് സഹിച്ചു, ഭർത്താവ് വേദനിപ്പിച്ചപ്പോഴും സഹിച്ചു, ഭാര്യ തള്ളിക്കളഞ്ഞപ്പോഴും സഹിച്ചു, മക്കൾ അതും ഇതെല്ലാം പറഞ്ഞപ്പോഴും സഹിച്ചു. എന്തെല്ലാം സഹനങ്ങൾ ഉണ്ടായപ്പോഴും നിങ്ങൾ ഇതെല്ലാം സഹിച്ച് പോയിക്കൊണ്ടിരിക്കുക. കാരണം എന്താ? ഈ നിത്യസമ്മാനം. അതുകൊണ്ടാണ് ഹെബ്രായരുടെ ലേഖനം 11:35 നമ്മൾ വായിച്ചുകൊണ്ട് 10-ാം അധ്യായമാണ്. 11:35 തന്നെ വചനം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ചിലർ മരണം വരെ പീഡിപ്പിക്കപ്പെട്ടു. ഒരു ദിവസം 2 ദിവസം ഒന്നുമല്ല. ചിലരുണ്ട്, അച്ഛാ ഇങ്ങനെ കെട്ടി വന്ന അന്ന് മുതലുള്ള സഹനമാണ്. എത്ര വർഷമായി ചേച്ചി? ഇപ്പൊ 10-30 വർഷമായി. 30 വർഷമായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുക. ചിലരിവിടെ വചനം പറയണം, മരണം വരെ പീഡിപ്പിക്കപ്പെട്ടു. മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി ഈ പീഡകളിൽ നിന്നും രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. മരണം വരെ പീഡിപ്പിക്കപ്പെട്ടപ്പോഴും ഇതിൽ നിന്നും രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. കാരണം എന്താ? മെച്ചപ്പെട്ട പുനരുദ്ധാനത്തെ കുറിച്ചുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ, ആ ഒരു ആലോചനയുണ്ടല്ലോ, അതോടെ മനസ്സിലുണ്ടായിരുന്നു. പുറകോട്ട് പോകേണ്ടവരല്ല നമ്മൾ. ക്രിസ്ത്യാനി പുറകോട്ട് പോകേണ്ടവർ. വിശ്വാസത്തിന്റെ കണ്ണ് തുറന്ന്
മുന്നോട്ട് യാത്ര ചെയ്യേണ്ടതാണ് ക്രിസ്ത്യാനി. കാരണം നമുക്കൊരു പ്രതിഫലമുണ്ട്, ഉറ്റുനോക്കാൻ നമുക്കൊരു പ്രതിഫലം ഉണ്ടെന്നേ. ആ പ്രതിഫലത്തിലേക്ക് ഉറ്റുനോക്കിയാൽ നമ്മൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് വചനം പറയാണ്, എന്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും, അവൻ പിന്മാറുന്നെങ്കിൽ എന്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കില്ല. പിന്മാറുന്ന ജീവിതങ്ങളുടെ മേൽ സ്വർഗത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കില്ല. പിന്മാറുക എന്നുള്ളതല്ല നമ്മളെ വിളി, മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ വിളി. അതുകൊണ്ട് പൗലോസ്ലീഹ പറഞ്ഞത് ഫിലിപ്പി 3-13 വചനത്തിൽ പറഞ്ഞില്ലേ, പിന്നിലുള്ളവയെ മുഴുവനും വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ എൻ്റെ യാത്ര തുടരും. എന്നിട്ട് പൗലോസ്ലീഹ കൂട്ടിച്ചേർക്കും, ഞാൻ ഇങ്ങനെ വായുവിൽ അടിക്കുന്നവനെ പോലെയല്ല, എനിക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട് ഞാൻ അധ്വാനിക്കുന്നതിന് പിന്നിൽ. അവിടെ ഫിലിപ്പി 2 അതിന്റെ 14 മുതലുള്ള വചനങ്ങളിൽ പൗലോസ്ലീഹ 14 മുതലുള്ള വചനങ്ങളിൽ പൗലോസ്ലീഹ കൂട്ടിച്ചേർക്കും, ഞാൻ ഓടിയതും ഞാൻ അധ്വാനിച്ചതും വ്യർത്ഥമാകാതിരിക്കാൻ ഞാൻ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുന്നു എന്നാ പറഞ്ഞേ. ഞാൻ ജീവന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ടാ യാത്ര ചെയ്യുന്നത്. എന്തിനാ? ഞാൻ ഈ ഓടിയത്, ഞാൻ ഈ അധ്വാനിച്ചത്, ഞാൻ ഈ കഷ്ടപ്പെട്ടത്, ഞാൻ ഈ സഹിച്ചതൊക്കെ വൃഥാവിലാകാതിരിക്കാൻ ഞാൻ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുന്നു. എന്നിട്ടാ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ജീവന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു വിശ്വാസത്തിന്റെ നിത്യസമ്മാനത്തിന് വേണ്ടിയുള്ള ഒരു യാത്രയിലാണ് ഒരു ക്രിസ്ത്യാനി. അത് മറക്കരുത്. അതുകൊണ്ട് പറയാണ്, പിന്മാറുന്നവന്റെ ജീവിതത്തിന്റെ മേൽ ആത്മാവിന്റെ അഭിഷേകമില്ലെന്ന് പറയുന്നത്. പിന്മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, പിന്നെയോ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ ഒരു പ്രശ്നത്തിന്റെ നടുവിൽ പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാകാം, അല്ലെങ്കിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. ഒന്നില്ലെങ്കിൽ ഒരു പ്രലോഭനത്തിന്റെ നടുവിൽ പ്രലോഭനത്തിന് ജീവിതത്തെ വിട്ടുകൊടുത്ത് ആത്മനാശത്തിന്റെ അവസ്ഥയിൽ പോകാം. പ്രലോഭനങ്ങളുടെ നടുവിൽ വിശ്വാസത്തോടെ കർത്താവിനോട് ചേർന്നിരുന്ന് വിശുദ്ധ ജീവിതം നയിച്ച് ആത്മരക്ഷ പ്രാപിക്കാം. എന്ന് പറയുന്ന പോലെ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ, അല്ലാതെ പിന്മാറി നശിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല നാം, മറിച്ച് വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. നമ്മൾ ഏത് കൂട്ടത്തിലാ? ഏത് കൂട്ടത്തിലാ? വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ അതാ. ഒന്നില്ലെങ്കിൽ ആത്മനാശം പ്രാപിക്കാം, അല്ലെങ്കിൽ ആത്മരക്ഷ പ്രാപിക്കാം. അപ്പൊ അതിന് വിശ്വാസം വേണം. ആത്മരക്ഷ പ്രാപിക്കാം, വിശ്വാസം കൂടിയേ തീരൂ. അതുകൊണ്ടാണ് പറയുന്നത്, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നാം. അതുകൊണ്ട് കുറെ ദുഃഖങ്ങളും കുറെ ദുരിതങ്ങളും കുറെ വേദനകളും കുറെ സങ്കടങ്ങളും ഒത്തിരിയേറെ നൊമ്പരങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നുപോയിട്ടുണ്ട്, അല്ലേ? ഇതൊന്ന് ആലോചിച്ച് നോക്കി. ചുമ്മാ ഇരുന്നൊന്ന് ദിവസത്തിൽ ഒരു 10 മിനിറ്റ് ഇരുന്ന് ആലോചിച്ച് നോക്കി. എന്തെല്ലാം വേദനകൾ, എന്തെല്ലാം സങ്കടങ്ങളും, എന്തെല്ലാം തിരസ്കരണങ്ങളും. വചനം പറയുന്നത്, പരസ്യമായി പോലും അവഹേളിക്കപ്പെടുകയും കുറ്റമാരോപിക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും ഇങ്ങനെയല്ലേ മുറിവേൽപ്പിക്കപ്പെടുകയും ചെയ്യുന്ന എത്രയോ അനുഭവങ്ങളിലൂടെ, ദുരനുഭവങ്ങളിലൂടെ ഒക്കെ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. ആ കഷ്ടപ്പാടുകളോട് നമ്മൾ പൊരുതി നിന്നില്ലേ? ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ? എങ്കിൽ സമാനമായ അനുഭവങ്ങളിൽ ഇന്ന് കടന്നു പോകേണ്ടി വരുമ്പോൾ അതിനോടും പൊരുതി നിൽക്കാൻ നമ്മൾ തീരുമാനമെടുത്താൽ നമ്മുടെ കർത്താവ് നമ്മളെ സഹായിക്കും.